ബില്ല് 2023 കൊണ്ടുവരുന്നത്. ആ ബില്ല് ആണ് അത് നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 246 ഷെഡ്യൂൾ 2 ലിസ്റ്റ് 21 പ്രകാരം ഉണ്ടായിരുന്ന അധികാരങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ആ അധികാര പ്രകാരം 22 കിലോമീറ്റർ എന്ന് പറഞ്ഞ 22 നോട്ടിക്കൽ ഏരിയയിൽ നമുക്ക് സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടായിരുന്നു. ഏത് മിനറൽസുമായി ബന്ധപ്പെട്ട കാര്യം, മത്സ്യബന്ധനത്തിന്റെ കാര്യം, അതെല്ലാം എടുത്തു കഴിഞ്ഞു. ആഴക്കടൽ ധാതു ഖനനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന നിയമം അത് പൊതുമേഖലയിൽ ആസ്പദമായിരിക്കണമെന്നായിരുന്നു അതിന്റെ ഷാർപ്പ് മെൻഷനിങ്. അത് ഭേദഗതി ചെയ്തു. ആർക്കും ആവാം, സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ആകാമെന്ന് കൊണ്ടുവന്നു. അതിന് ഒരു വിദഗ്ധ സമിതിയുടെയും റിപ്പോർട്ടില്ല. പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ബ്ലൂ എക്കണോമി. ബ്ലൂ എക്കോണമി എന്നുള്ള ആശയം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ബ്ലൂ എക്കോണമി എന്നുള്ള ആശയത്തിന്റെ പ്രത്യേകത കടലിൽ ഉള്ള മത്സ്യസമ്പത്ത്, ആ പ്രത്യേകിച്ച് ആഴക്കടലിലുള്ള മത്സ്യസമ്പത്ത് നമുക്ക് വേണ്ട വിധത്തിൽ ഇപ്പോഴും ചൂഷണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് ശാസ്ത്ര പഠനങ്ങളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിഗമനങ്ങളുമുണ്ട്. അതിനുള്ള നമുക്കൊരു പക്ഷേ അനുവദനീയമായ വെസലിനേക്കാൾ കൂടുതൽ വെസലുകൾ ഉണ്ടെങ്കിൽ പോലും ആഴക്കടലിൽ കിടക്കുന്ന വലിയ ഏറ്റവും കൂടുതൽ കയറ്റുമതി മൂല്യങ്ങളുള്ള മത്സ്യങ്ങൾ, നമ്മുടെ ട്യൂണ ഉൾപ്പെടെ ലക്ഷദ്വീപിൽ നമ്മൾ ട്യൂണ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്ത്